അപ്പോൾ ക്യുമുലേറ്റീവ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് ടൂൾസാണ് പ്രോബ്ലം ഓർ ഇൻട്രസ്റ്റ് ചെക്ക് ലിസ്റ്റ്, അതുപോലെ തന്നെ റേറ്റിംഗ് സ്കെയിൽസ്. ഇനി അടുത്ത ടൂളാണ് സോഷ്യോമെട്രി. Sociometry, it is a tool used in order to measure the sociability or the social distance among the members of a group. So ഒരു ഗ്രൂപ്പിൽ ഒരാൾ എത്രമാത്രം സോഷ്യലി ഇൻവോൾവ് ആവുന്നു, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുമായിട്ട് എന്ത് കൈൻഡ് ഓഫ് റിലേഷൻ ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇത് റെക്കോർഡ് ചെയ്യുന്ന ടൂളാണ് സോഷ്യോമെട്രി. സോ ഇപ്പോൾ നമ്മൾ എല്ലാ മേജർ ടൂൾസും കണ്ടു, വിച്ച് ആർ നോൺ ടെസ്റ്റിംഗ് ടൂൾസ് കണ്ടു, വിച്ച് ആർ ഇൻ്റർവ്യൂ, observation, anecdotal records. Observationil thanne we will use checklist allengil rating scales. Cumulative record, cumulative record la problem or interest checklist adupole thanne rating scales ഉപയോഗിക്കും. പിന്നെ sociometry. Now we'll see about psychological test. So psychological test പലരും ചെയ്തിട്ടുണ്ടാവും, എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. So it is used to collect information about the client's psychological characters like intelligence, aptitude, interest, ability, personality. ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു സൈക്കോളജിസ്റ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടെസ്റ്റുകളാണ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. Here we assess the intellectual capacity, aptitude, interest, abilities and personality of a student. Okay, so tools and techniques la major ആയിട്ട് എത്ര ടൂൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്? 3 എണ്ണം. ആദ്യത്തേത് നോൺ ടെസ്റ്റിംഗ് ടൂൾ, രണ്ടാമത്തേത് സൈക്കോളജിക്കൽ ടെസ്റ്റ് ആൻഡ് മൂന്നാമത്തേതായിട്ട് ഉപയോഗിച്ചത് പേരൻസ് വ്യൂ ആയിരുന്നു. സോ പേരൻസ് വ്യൂ, ഇറ്റ് ഈസ് ടേക്കിംഗ് എ view about that particular student from his or her parents, how the child behaves at home, how's the different attributes of the child at home. പലപ്പോഴും സ്കൂളിൽ ഒരു തരത്തിലും വീട്ടിൽ വേറൊരു തരത്തിലുമായിരിക്കും കുട്ടികൾ പെരുമാറുക. സോ എങ്ങനെയാണ് കുട്ടി ഓവറോൾ ആയിട്ട് വീട്ടിൽ പെരുമാറുന്നത് എന്ന പേരൻറ്റിൻ്റെ വ്യൂ ആണ് പേരൻസ് വ്യൂവിൽ നമ്മൾ എടുക്കുക. So these are the different tools and techniques used in the process of guidance and counseling. Now see about the roles of counseling team. So roles നമ്മൾ ഓരോരോ ആൾക്കാരായിട്ടാണ് പറയാൻ പോകുന്നത്. First let's see about the role of a principal. So the first role of principal is recommend to the authority for the appointment of a competent counselor. So ഒരു നമ്മളുടെ കോളേജിൻ്റെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാനേജീരിയൽ ടീമിനോട് ഞങ്ങളുടെ കോളേജിൽ ഒരു കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള കൗൺസിലറിനെ നിയമിക്കാൻ പറയുന്നതാണ് പ്രിൻസിപ്പലിൻ്റെ ഫസ്റ്റ് റോൾ. The second thing is to provide necessary facilities to guidance and counseling members. So guidance and counseling മെമ്പേഴ്സിന് പല ഫെസിലിറ്റീസ് വേണ്ടി വരും അല്ലേ. ഫിസിക്കൽ റിക്വയർമെൻറ്റ്സ് വേണ്ടി വരും, ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഒക്കെ വേണ്ടി വരും. സോ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുകയാണ് പ്രിൻസിപ്പലിൻ്റെ രണ്ടാമത്തെ റോൾ. The next role is to assist in planning guidance and counseling services. So കോളേജിലെ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സർവീസസ് പ്ലാൻ ചെയ്യാനായിട്ട് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ് അടുത്ത റോൾ. The next is to encourage teachers to attend special guidance courses and programs. സോ ആ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഫാക്കൽറ്റിയും ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് പ്രോസസ്സിൽ ഇൻവോൾവ് ആകും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ടീച്ചേഴ്സിന് ഈ ഒരു പ്രോസസ്സിൽ നോളജ് ഉണ്ടാവണമെങ്കിൽ they should read and they should learn about guidance and counseling process. സോ അതിന് ടീച്ചേഴ്സിനെ എൻകറേജ് ചെയ്യുകയാണ് അടുത്ത റോൾ. The next is to inform parents about guidance activities. ഞങ്ങളുടെ കോളേജിൽ ഇന്ന കാര്യങ്ങൾ ഗൈഡൻസ് റിലേറ്റഡ് ആയിട്ട് നടക്കുന്നുണ്ട് എന്ന് പേരൻസിനെ അറിയിക്കുകയാണ് അടുത്ത റോൾ. ആൻഡ് the next role is to formulate plans and policies. സോ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലാൻസും പോളിസീസും ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നതും പ്രിൻസിപ്പലാണ്. ഇതുവരെ പറഞ്ഞ റോൾസ്: recommend to authority for the appointment of a competent counselor, provide necessary facilities to the guidance and counseling members, provide assistance in planning guidance and counseling, encourage teachers to attend special guidance courses and programs, inform parents about guidance activities, and formulate plans and policies. The next is about the role of a teacher. ടീച്ചറിന് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ഈ പ്രോസസ്സിലുള്ള റോൾസ് ഇതൊക്കെയാണ്.
കളക്ട് ഇൻഫർമേഷൻ ആൻഡ് മെയിൻറ്റെയിൻ ക്യുമുലേറ്റീവ് റെക്കോർഡ്. സോ ഒരു കുട്ടിയുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപെടുന്ന ആൾ ഒരു ടീച്ചറായിരിക്കും. സോ ആ ടീച്ചറിൻ്റെ മെയിൻ ഫങ്ഷനാണ് ആ കുട്ടീനെ കുറിച്ചുള്ള ഓവറോൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനും ക്യുമുലേറ്റീവ് റെക്കോർഡ് കീപ്പ് ചെയ്യാനും. ഒബ്സർവ് പ്യൂപ്പിൾസ് ഇൻ വേരിയസ് സിറ്റുവേഷൻ. നമ്മൾ പറഞ്ഞു ഗൈഡൻസ് ആൻഡ് കൗൺസിലിങ്ങിൻ്റെ ഒരു ടൂളാണ് ഒബ്സർവേഷൻ. സോ ഈ ഒബ്സർവേഷന് ഏറ്റവും പറ്റിയ ആൾക്കാർ ടീച്ചേഴ്സ് തന്നെയാണ്. ഒരു കൗൺസിലർ വന്നിട്ട് ഒരു ക്ലാസ്സിൽ നിന്ന് ഒബ്സർവേഷൻ ചെയ്യാനായിട്ടൊന്നും പോസിബിൾ ആവില്ല. സോ ഇറ്റ് ഈസ് ദ ടീച്ചേഴ്സ് റോൾ ഇൻ ഓർഡർ ടു ഒബ്സർവ് പ്യൂപ്പിൾസ് ഇൻ വേരിയസ് സിറ്റുവേഷൻ. ഡിറ്റക്ട് മാൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് പ്യൂപ്പിൾ. സോ കുട്ടികൾക്ക് എന്തെങ്കിലും മാൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ടത് ഒരു ടീച്ചറിൻ്റെ കടമയാണ്. പ്രിപ്പയർ കേസ് ഹിസ്റ്ററീസ് ഓഫ് പ്രോബ്ലമാറ്റിക് സ്റ്റുഡൻസ്. സോ അങ്ങനെ ക്ലാസ്സിൽ എന്തെങ്കിലും പ്രോബ്ലമാറ്റിക് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ, ലൈക്ക് റെഗുലറായിട്ട് ക്ലാസ്സിൽ വരുന്നില്ല, അസൈൻമെൻറ്റ്സ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും അനുസരിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കേസ് ഹിസ്റ്ററി പ്രിപ്പയർ ചെയ്യുന്നത് ടീച്ചറിൻ്റെ റോളാണ്. ഹെൽപ്പ് ദ പീപ്പിൾ ടു സെക്യൂർ ബെറ്റർ എഡ്യൂക്കേഷണൽ, പേഴ്സണൽ ആൻഡ് സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ്. സോ അങ്ങനെ മാൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ് ഉള്ള കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്കൊരു ബെറ്റർ അഡ്ജസ്റ്റ്മെൻറ്റിന് അവരെ പ്രിപ്പയർ ചെയ്യുന്നതും ടീച്ചറിൻ്റെ ഒരു റോളാണ്. സെൻഡ് ഇൻഫർമേഷൻ അബൌട്ട് പ്യൂപ്പിൾസ് ടു ദ പാരൻസ് ആൻഡ് പ്രിൻസിപ്പൽ. സോ അങ്ങനെ കുട്ടികളുടെ പ്രോഗ്രസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും മാൽ അഡ്ജസ്റ്റ്മെൻറ്റ് കാണിച്ചു തുടങ്ങുമ്പോൾ അതൊക്കെ പാരൻസിനോടും പ്രിൻസിപ്പലിനോടും റിപ്പോർട്ട് ചെയ്യേണ്ട കടമയും ടീച്ചേഴ്സിനുണ്ട്. So these are the role of teacher: collect information and maintain cumulative record, observe pupil in various situation, detect maladjustment of pupil, prepare case history of problematic student, help pupil to secure better educational, personal and social adjustments, send information about pupil to parents and principal. ഇനി അടുത്ത റോളാണ് മെഡിക്കൽ സ്റ്റാഫിൻ്റേത്. മെഡിക്കൽ സ്റ്റാഫ് ഈ കാര്യങ്ങളൊക്കെയാണ് ഒരു കൗൺസിലിംഗ് പ്രോസസ്സിൽ നടത്തേണ്ടത്. ദ ഫസ്റ്റ് ഈസ് മേക്ക് അറേഞ്ച്മെൻറ്റ് ഫോർ മെഡിക്കൽ എക്സാമിനേഷൻ ഓഫ് ദ സ്റ്റുഡൻറ്റ്. ഒരു കുട്ടി ഒരു കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്യുമെന്ന്. അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് നടത്തേണ്ട ചുമതല മെഡിക്കൽ സ്റ്റാഫിനാണ്. റിപ്പോർട്ട് ഫിസിക്കൽ ഹാൻഡിക്യാപ്സ്. സോ ഈ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ്റെ ടൈമിൽ എന്തെങ്കിലും പോരായ്മകൾ, അസുഖങ്ങൾ കുട്ടികളിൽ കാണുകയാണെങ്കിൽ അത് ഹയർ അതോറിറ്റീസിനോട് റിപ്പോർട്ട് ചെയ്യേണ്ടത് മെഡിക്കൽ സ്റ്റാഫിൻ്റെ ചുമതലയാണ്. മെയിൻറ്റെയിൻ ഹെൽത്ത് റെക്കോർഡ്. സോ കുട്ടികളുടെ മന്ത്ലി അല്ലെങ്കിൽ ഇയർലി ഹെൽത്ത് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് മെഡിക്കൽ സ്റ്റാഫിൻ്റെ ചുമതലയാണ്. ഡെവലപ്പ് പ്രോഗ്രാംസ് ഫോർ ഇംപ്രൂവിങ് ഫിസിക്കൽ ഹെൽത്ത്. സോ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഹെൽത്ത് എഡ്യൂക്കേഷനും മോട്ടിവേഷനും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുകയും മെഡിക്കൽ സ്റ്റാഫിൻ്റെ ചുമതലയാണ്. ആൻഡ് ടേക്ക് അപ്പ് ഫോളോ അപ്പ് സർവീസ്. സോ അങ്ങനെ പ്രോബ്ലംസ് ഉള്ള കുട്ടികളാണ് എങ്കിൽ, അല്ലെങ്കിൽ ഓരോ കുട്ടിയുടെയും ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്താനായിട്ടും ഫോളോ അപ്പ് സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടും ഒരു മെഡിക്കൽ സ്റ്റാഫ് ശ്രദ്ധിക്കണം. So these were the roles of medical staff: make arrangements for medical examination of the student, report physical handicaps, maintain health record, develop programs for improving physical health, and take up follow-up services. Next, coming to the role of a counselor. So counselorന്റെ ചുമതലകൾ ഇതൊക്കെയാണ്. ഷെഡ്യൂളിംഗ് ആൻഡ് കണ്ടക്ടിങ് ഇൻ്റർവ്യൂ. ഒരു കൗൺസിലിംഗ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യാനായിട്ടും അത് നടത്താനായിട്ടും ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൗൺസിലറിൻ്റെ റോൾ. ദെൻ ഗോ ഫോർ ഇൻഡിവിജ്വൽ കൗൺസിലിംഗ്. ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ സെപ്പറേറ്റ് കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുക. ഗ്രൂപ്പ് കൗൺസിലിംഗ്. സോ നമ്മൾ ക്ലാസ്സിലൊക്കെ തന്നെ ഗ്രൂപ്പ് മെമ്പേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ കുട്ടികളെ നമ്മൾ പലതായിട്ട് തരംതിരിക്കും. സ്ലോ ലേണർ, ഹൈ ലേണർ, അങ്ങനെ ഓരോ ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ഗ്രൂപ്പ് കൗൺസിലിംഗ് നടത്തുക. ഓറിയൻറ്റേഷൻ സർവീസസ്. ഓരോ കുട്ടിയും അല്ലെങ്കിൽ പുതിയൊരു ബാച്ച് കോളേജിലേക്ക് വരുമ്പോൾ അവരുടെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം നടത്തുക. ഡേറ്റ കളക്ഷൻ, ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ഡേറ്റ കളക്ഷൻ റിലേറ്റഡ് ടു ദ സ്റ്റുഡൻസ്. Contacting outside agencies like parents, guidance bureaus and employment exchanges. സോ പലതരത്തിലുള്ള കൗൺസിലിംഗ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. വൊക്കേഷണൽ കൗൺസിലിംഗ് ഉണ്ട്, കരിയർ ഗൈഡൻസ് ഉണ്ട്. സോ ഇങ്ങനെ ഇതിനൊക്കെ വേണ്ട ഔട്ട്സൈഡ് റിസോഴ്സസ് അവരെ കോണ്ടാക്ട് ചെയ്യേണ്ടത് കൗൺസിലറിൻ്റെ ചുമതലയാണ്. പ്ലേസ്മെൻറ്റ് ആൻഡ് ഫോളോ അപ്പ് സർവീസ്. ഓരോ കുട്ടികൾക്കും കോളേജിൽ നിന്ന് ചില കോളേജസിൽ പ്ലേസ്മെൻറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു.
അപ്പോൾ അങ്ങനെ പ്ലേസ്മെൻറ്റ് സർവീസ് ഉണ്ട് കോളേജിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതും, അതുപോലെ തന്നെ നമ്മളുടെ പാസ്ഡ് ഔട്ട് ആയിട്ടുള്ള സ്റ്റുഡൻസ്, അലൂമിനി, അവരെന്തൊക്കെയാണ്